നമ്മുടെ ബോട്ടിലെ എ സിയെ പറ്റി നമുക്കൊന്ന് നോക്കാം. ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, ഇത് ചില്ല് വാട്ടറിനെ തണുപ്പിച്ച് ഇൻഡോറിലോട്ട് വിട്ട്, ഇൻഡോറാണ് ഗ്യാസിന് പകരം വെള്ളമാണ്, തണുത്ത വെള്ളമാണ് പോയിട്ട് ഇൻഡോറിൽ പോയി വർക്ക് ചെയ്യുന്നത്. ഇതിൻ്റെ കണ്ടൻസർ എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതൊരു ഇൻബിൽട്ട് സിസ്റ്റമാണ്. ഇത് മീൻസ് എല്ലാം ഒരു പാക്കായിട്ട് വരുന്നത്. കംപ്രസർ, കണ്ടൻസർ എല്ലാം ഒരുമിച്ചാണ് വരുന്നത്. ഈ കാണുന്ന റിങ് പോലിരിക്കുന്ന പൈപ്പാണ് കണ്ടൻസർ എന്ന് പറഞ്ഞത്. ഇത് നമ്മുടെ സാധാരണ യൂണിറ്റോട് ഫാൻ വെച്ചല്ല ഇത് തണുപ്പിക്കുന്നത്, ഇത് വെള്ളം വെച്ചാണ് തണുപ്പിക്കുന്നത്. എന്ന് വെച്ചാൽ സീ വാട്ടറാണ് ഇതിനെ തണുപ്പിക്കുന്നത്. ഇത് താഴെ ഒരു പമ്പുണ്ട്, അണ്ടർഗ്രൗണ്ട് ചെയ്യുന്നത്. മീൻസ് സീ വാട്ടർ വലിച്ച് അതിനടിയിലാണ് ആ പമ്പ് വരുന്നത്. ഈ പമ്പാണ് സമുദ്രത്തിലെ വെള്ളം സീ വാട്ടർ വലിച്ച് ഈ പമ്പ് വഴി നേരെ കണ്ടൻസറിലോട്ട് പോയിട്ട്, കണ്ടൻസർ കോയിൽ എന്ന് പറഞ്ഞ ആ വൈറ്റ് പൈപ്പ് നിങ്ങൾ കണ്ടില്ലേ, അതിനകത്തൂടാണ് കണ്ടൻസർ പൈപ്പ് പോകുന്നത്. അപ്പം ഈ അകത്ത് കിടക്കുന്ന പൈപ്പിനെ ഈ പുറത്തോടെ പോകുന്ന വെള്ളമാണ് തണുപ്പിക്കുന്നത്. ഇത് ഈ പമ്പിന് ഓൾമോസ്റ്റ് നമ്മുടെ നാട്ടിൽ 2 ലക്ഷം രൂപ അടുത്തുണ്ട്. ഇത് സീ വാട്ടർ, ഉപ്പുവെള്ളം എടുക്കുന്നതുകൊണ്ടാണ് ഇത്രയും പ്രൈസ് വരുന്നത്. അങ്ങനെ ഈ പൈപ്പ് ലൈനിൽ കൂടെ കയറിയിട്ടാണ് ഈ വെള്ളം, ഈ ഉപ്പുവെള്ളം നേരെ സമുദ്രത്തിലെ വെള്ളം വന്നിട്ട് ഇതിലെ കയറി തിരിച്ച് കടലിലോട്ട് തന്നെ പോവാണ് തിരിച്ച്. അങ്ങനെയാണ് ഇതിൻ്റെ സിസ്റ്റം. ഈ പൈപ്പ് വഴിയാണ് കടലിലോട്ട് പോകുന്നത്. അപ്പോൾ ഇതിങ്ങനെ സർക്കുലേഷൻ ആവും. ഈ വെള്ളം ഇങ്ങനെ ഈ പൈപ്പിൽ കൂടി സർക്കുലേഷൻ ആയിക്കൊണ്ടേയിരിക്കും. അതിനുശേഷം ഇവിടെ ഒരു ഹീറ്റ് എക്സ്ചേഞ്ചറുണ്ട്. ഈ ഹീറ്റ് എക്സ്ചേഞ്ചർ നമ്മുടെ എക്സ്പാൻഷൻ വാൽവ് വഴി കൂളിംഗ് ഗ്യാസിൻ്റെ കൊടുത്തിട്ട് അതിൽ വെള്ളം തണുപ്പിച്ചിട്ടാണ് അകത്തോട്ട് ഇൻഡോറുകളിലോട്ട് തണുത്ത് പോകുന്നത്. ഈ സാധനം, ഈ പൈപ്പ് എന്ന് പറഞ്ഞാൽ നല്ല ഹീറ്റാകുന്ന പൈപ്പാണ്. ഈ ഹീറ്റിനെ തണുപ്പിക്കാൻ വേണ്ടിയാണ് ഈ വെള്ളം ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിലും സെയിം സിസ്റ്റമാണ്. കംപ്രസർ റൺ ചെയ്യാൻ വേണ്ടി VFD ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. പെട്ടെന്ന് ഈ ഓൺ ഓഫ് ഒക്കെ ആവുന്നതുകൊണ്ട് അതിൽ സിസ്റ്റം എപ്പോഴും ലീക്ക് വരുന്നൊരു പ്രോബ്ലം ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ തന്നെ ഇൻസ്റ്റാൾ ചെയ്യുകയാണ് ഈ VFD. അതിനുശേഷം പിന്നെ ലീക്കേജ് ഒന്നും വന്നിട്ടില്ല കംപ്രസറിന്. ഇത് സ്ക്രോൾ കംപ്രസറാണ്. അപ്പോൾ പിന്നെ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ അതിൻ്റെ കൺട്രോളറാണ്. ടെമ്പറേച്ചർ കൺട്രോൾ, വാട്ടർ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഈ കൺട്രോളറാണ്. ഇതുവഴിയാണ് അതിൻ്റെ സെറ്റ് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ 8 ആണ്. 8 ആകുമ്പോൾ വാട്ടറിൻ്റെ ടെമ്പറേച്ചർ 8 ആകുമ്പോൾ അത് കട്ട് ഓഫ് ആവും. പിന്നെ ഇതാണ് ചില്ല് വാട്ടറിൻ്റെ പമ്പ്. ഈ പമ്പ് വഴിയാണ് വെള്ളത്തെ സർക്കുലേറ്റ് ചെയ്യിക്കുന്നത്. നമ്മുടെ ഡൊമസ്റ്റിക് വാട്ടറാണ് സാധാരണ വെള്ളം, ഉപ്പുവെള്ളമല്ല, നോർമൽ വെള്ളമാണ് അതിന് യൂസ് ചെയ്യുന്നത്. ഇത് 2 സെക്ഷനാണ്. ഒന്ന് നോർമൽ വെള്ളവും ഒന്ന് സീ വാട്ടറുമാണ്. സീ വാട്ടർ മീൻസ് കണ്ടൻസർ തണുപ്പിക്കാൻ. നോർമൽ വാട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇൻഡോറിലോട്ട് പോയിട്ട് കൂളിംഗ് കിട്ടാനുള്ള വെള്ളമാണ്. അതിൻ്റെ പ്രഷർ എവിടെയെങ്കിലും ചെറിയ ലീക്കോ സ്വെറ്റിംഗ് ആയി കുറയുന്നുണ്ടെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള പ്രഷർ കൺട്രോളർ അതിനുണ്ട്. ഓട്ടോമാറ്റിക് വെള്ളം അത്